നമസ്കാരം. ലൈംഗിക പീഡനത്തിനും അശ്ലീല വീഡിയോകൾ നിർമ്മിച്ചതിനും അന്വേഷണം നേരിടുന്ന കർണാടക ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ JDS സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സാധ്യത. ഇതിനായി CBI അനുമതി തേടിയേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് പറന്നിരുന്നു. മുൻ പ്രധാനമന്ത്രിയും JD അധ്യക്ഷനുമായ HD ദേവഗൌഡയുടെ ചെറുമകനും ഹാസനിൽ നിന്നുള്ള പാർട്ടി എംപിയുമായ 33-കാരനായ പ്രജ്വൽ രേവണ്ണ 400-ലേറെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും 3000-ലേറെ അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പീഡന പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകയായ യുവതിയാണ് പുതിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെയും ഭർത്താവിനെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് 44-കാരിയായ മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതി. തന്നെയും ഭർത്താവിനെയും വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയാണ് പ്രജ്വൽ തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് മെയ് 1-ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് നൽകിയ പരാതിയിൽ യുവതി പറയുന്നു. പ്രജ്വലിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376-ാം വകുപ്പ് പ്രകാരം ബലാത്സംഗം ചുമത്തിയ ആദ്യ പരാതിയാണിത്. വീട്ടിലെ മുൻ ജീവനക്കാരിയുടെ പരാതിയിൽ പ്രജ്വലിനും പിതാവ് HD രേവണ്ണയ്ക്കുമെതിരെ ലൈംഗികാതിക്രമം, വേട്ടയാടൽ, ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ ചുമത്തി ഹോളനരിക്സ്പൂര ടൗൺ പോലീസ് ഏപ്രിൽ 28-ന് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. MLA-മാർക്കും MP-മാർക്കും ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവെന്ന് പ്രജ്വലിനെതിരെ ഇപ്പോൾ പരാതി നൽകിയ യുവതി പോലീസിനോട് പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സീറ്റ് ലഭിക്കുന്നതിനായി 2021-ൽ പ്രജ്വലിന്റെ ഹാസനിലുള്ള MP ക്വാർട്ടേഴ്സിൽ പോയിരുന്നുവെന്നും ഈ സമയത്താണ് പീഡനത്തിനിരയായതെന്നും യുവതി പരാതിയിൽ പറയുന്നു. ക്വാർട്ടേഴ്സിന്റെ താഴത്തെ നിലയിലെ ഹാളിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. സന്ദർശകരുമായി പ്രജ്വൽ 1-ാം നിലയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ച് ജീവനക്കാർ തന്നെ അങ്ങോട്ടേക്ക് അയച്ചു. മറ്റ് സന്ദർശകരെ പറഞ്ഞുവിട്ട ശേഷം പ്രജ്വൽ തന്നെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു. ഇതിനെ താൻ എതിർത്തു. എന്നാൽ മുറിക്കുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് തന്റെ ഭർത്താവ് കാരണമാണ് പ്രജ്വലിന്റെ അമ്മയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭർത്താവിനോട് പറയാൻ തന്നോട് ആവശ്യപ്പെട്ടു, യുവതി പരാതിയിൽ പറയുന്നു. തുടർന്ന് ഭർത്താവിന് രാഷ്ട്രീയമായി ഉയരണമെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ പ്രജ്വൽ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും നിരസിച്ചപ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പരാതിയിൽ പറയുന്നു. തന്റെ കൈവശം തോക്കുണ്ടെന്നും തന്നെയും ഭർത്താവിനെയും വെറുതെ വിടില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ശേഷം പ്രജ്വൽ തന്നെ ബലാത്സംഗം ചെയ്തു. ഇത് അദ്ദേഹം ഫോണിൽ പകർത്തുകയും സംഭവം ആരോടെങ്കിലും പറഞ്ഞാൽ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പലതവണ ബന്ധത്തിന് തന്നെ നിർബന്ധിച്ചുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഭർത്താവിനെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തിയത്. വീഡിയോകൾ ചിത്രീകരിച്ചു. അതേസമയം ഒരേ സ്ത്രീയെ നിരന്തരമായി ബലാത്സംഗം ചെയ്തതിന് IPC-യിലെ 376(2)(n), ലൈംഗികാതിക്രമത്തിന് 354(a)(1), അതുപോലെ ക്രിമിനൽ ഫലപ്രയോഗത്തിന് 354(b), ലൈംഗികത രഹസ്യമായി നിരീക്ഷിച്ച് ആനന്ദം കണ്ടെത്തലിന് 354(c) എന്നിവ ചുമത്തിയാണ് യുവതിയുടെ പരാതിയിൽ പ്രജ്വലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിരവധി പേരെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെ വീഡിയോ പുറത്തായതിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയിരുന്നു. അതിനിടെ രാജ്യം വിടുന്നത് തടയാൻ പിതാവ് HD രേവണ്ണയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കേസുമായി ബന്ധപ്പെട്ട് രേവണ്ണയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 700-ഓളം പൗരന്മാർ ദേശീയ വനിതാ കമ്മീഷന് കത്തെഴുതുകയും ചെയ്തു.